യൂബർ ഡ്രൈവർമാരുടെ സമരത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് സർക്കാർ. ഓഗസ്റ്റ് 3-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് ചർച്ച നടക്കുന്നത്. യൂബർ ഡ്രൈവർമാർ വീണ്ടും സമരം ആരംഭിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി സർക്കാർ വിളിച്ചിരിക്കുന്നത്. പീക്ക് സമയങ്ങളിലൊക്കെ നിലവിൽ യൂബർ ഡ്രൈവർമാർ സർവീസ് നടത്തുന്നില്ല. പലപ്പോഴും ഓഫീസിലേക്കും മറ്റിടങ്ങളിലേക്കും സഞ്ചരിക്കുമ്പോൾ യൂബർ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്നില്ലാത്തൊരു സാഹചര്യം നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുമുണ്ടാകുമെന്ന് എനിക്കറിയാം. നിരക്ക് വർധന ആവശ്യപ്പെട്ടുള്ള സമരത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഡ്രൈവർമാരെ യൂബർ ഓഫീസിലേക്ക് ചർച്ചയ്ക്കായിട്ട് വിളിച്ചിരുന്നു. എന്നാൽ ചർച്ചയ്ക്കെത്തിയപ്പോൾ ഓഫീസ് പൂട്ടിയ നിലയിലാണ് കണ്ടത്. വിളിച്ചു വരുത്തി അവഹേളിച്ചതിനെതിരെയായിരുന്നു ഈ ഒരു പ്രതിഷേധം നടന്നത്. ആദ്യം സമരത്തിനുണ്ടായിരുന്ന റാപ്പിഡോ, കേരള സവാരി എന്നിങ്ങനെയുള്ള സർവീസുകളൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് നമ്മളുമായി ചേരുന്നത്. ഡാനി, യൂബറുമായിട്ടുള്ള സമരവും അതുമായിട്ടുള്ള വിശദാംശങ്ങളും ഒക്കെ അടുത്ത നാളുകളിൽ ഏറെ ചർച്ചയായതായിരുന്നു. ഇപ്പോൾ ഇതാ സർക്കാർ ഓഗസ്റ്റ് 3-ാം തീയതി ഇവരുമായി ഒരു ചർച്ചയ്ക്ക് റെഡി ആയിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? സൈറ, ഇതിൽ യൂബർ കഴിഞ്ഞ കുറച്ച് നാളുകളായി യൂബർ ഡ്രൈവർമാർ പ്രതിസന്ധിയിലാണെന്ന് അവർ പറയുന്നു. കാരണം അവർക്ക് അർഹമായ രീതിയിലുള്ള ഒരു വിഹിതം അവരിൽ നിന്ന് കിട്ടുന്നില്ല. അവർ വണ്ടി ഓടുമ്പോൾ അതിന് കൂടുതൽ വിഹിതം അത് കമ്പനി എടുക്കുന്നു എന്ന രീതിയിലാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ധനവില അടക്കം ഉയർന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അവർക്ക് മതിയായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ അവർ കൂടുതൽ സമയം, ഒരു ദിവസം തന്നെ 16-18 മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ നേരത്തെ സമരം നടത്തിയിരുന്നു. പിന്നീട് ഈ നിരക്ക് വർധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാവുകയും ആ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഒരു മുന്നറിയിപ്പുമില്ലാതെ പിന്നീട് അവർക്ക് വർദ്ധിപ്പിച്ച ആ തുക അത് പിൻവലിച്ചു എന്നതാണ് ഡ്രൈവർമാരെ പരാതിയായിട്ട് പറയുന്നത്. കാരണം അവർക്ക് വീണ്ടും അവർ നഷ്ടത്തിലേക്ക് പോകുന്നു, തങ്ങളെ യാതൊരു രീതിയിലും പരിഗണിക്കുന്നില്ല എന്നതാണ് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും അവരൊരു സമരപ്രഖ്യാപനം നടത്തി ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളിൽ തീരുമാനമായതിനെ തുടർന്ന് മറ്റ് ആപ്പുകൾ, അതായത് ഈ റൈഡിങ് മറ്റ് ആപ്പുകളുണ്ട്, കേരള സവാരി, അതോടൊപ്പം തന്നെ റാപ്പിഡോ തുടങ്ങി അവർ ഈ ഡ്രൈവർമാർക്ക് അനുകൂലമായ തീരുമാനമെടുത്തുകൊണ്ട് ഇത് സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ആ ആപ്പുകൾ ഉപയോഗിക്കുന്നവർ. പക്ഷേ ഊബർ ഉപയോഗിക്കുന്നവർ അതേ രീതിയിൽ തന്നെ സമരത്തിൽ തുടരുകയാണ്. പീക്ക് സമയങ്ങളിൽ കൂടുതൽ ആവശ്യക്കാരുള്ള സമയങ്ങളിൽ ഇപ്പോൾ ആ ആപ്പുകൾ ഓഫ് ചെയ്തിടുന്ന രീതി, അങ്ങനെയാണ് അവരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് തങ്ങളെ കമ്പനി പൂർണ്ണമായി അവഗണിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ ചർച്ചയിലേക്ക് എന്ന രീതിയിൽ അവരെ വിളിച്ചുവെങ്കിൽ പോലും ആ ചർച്ചയിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഓഫീസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തങ്ങളെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് തുടരാൻ കഴിയില്ല. തൊഴിലാളികൾ അത് കൃത്യമായ രീതിയിൽ തങ്ങളെ പരിഗണിക്കണമെന്ന് തന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ സമരം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് 3-ാം തീയതി തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ കമ്പനി പ്രതിനിധികളടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ പ്രതിസന്ധി ഈ യാത്രക്കാർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇതൊരു ജനകീയമായ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർന്ന ഒരു ആപ്പും സംവിധാനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് അതിൻ്റെ സേവനം ലഭ്യമല്ലാതാകുന്നു എന്നതെല്ലാം തന്നെ നമുക്കറിയാം. അപ്പോൾ മറ്റ് ആപ്പുകൾ കാര്യങ്ങളെല്ലാം തന്നെ നിലവിലുണ്ട് എന്ന് ഡ്രൈവർമാർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കമ്പനിയുടെ ഒരു മനോഭാവം അംഗീകരിക്കാൻ കഴിയില്ല. ജീവനക്കാരെ കൃത്യമായിട്ട് പരിഗണിക്കണം, തങ്ങൾക്ക് അർഹമായ വിഹിതം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്ത് ഉറച്ചു നിൽക്കാൻ തന്നെയാണ് അവർ തീരുമാനം. എന്തായാലും തിങ്കളാഴ്ച നടക്കുന്ന ചർച്ച സർക്കാർ തലത്തിലുള്ളതാണ് എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമായി ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ഡാനി പോളാണ് നമ്മളുമായി കൂടുതൽ വാർത്തകളുമായി ചേർന്നത്. യൂബറുമായി ബന്ധപ്പെട്ടുള്ള സമരവുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായത്. എന്തായാലും ഓഗസ്റ്റ് 3-ാം തീയതി സർക്കാരുമായി ചർച്ച നടത്താൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.